ഒരു സ്പെഷ്യൽ രുചിയിൽ ഈസ്റ്റർ നമുക്ക് വാഴയില പച്ചമുളക് മാത്രം ഒക്കെ ചേർത്ത് ഒരു സ്പെഷ്യലായിട്ട് ചിക്കൻ വറുത്ത് വരുന്നൊരു വീഡിയോ ആണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമുക്ക് ഡൈജഷൻ നല്ലതാണ്, ഓവറായിട്ട് മസാല ചേർക്കുന്നില്ല. ഇതിൻ്റെ എണ്ണയിലോട്ട് വഴുതനങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് മസാലയൊക്കെ ചേർത്ത് ഇട്ട് വറുത്ത് പോരുന്നതും അതിലും ടേസ്റ്റാണ്. നമ്മുടെ ഈസ്റ്ററിനായിട്ട് ഈ രണ്ട് റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും നമ്മൾ പഴമയിൽ നമ്മുടെ ഓരോരോ കറികൾ വറുക്കുന്നതൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പം അതിന് സ്പെഷ്യൽ രുചിയാണ്. പുതിയ പുതിയ രുചികൾ നമുക്ക് കുറേയധികം മസാല എരിവൊക്കെ ചേർത്ത് നമുക്ക് ഒരു ഇഷ്ടമല്ലാത്തതും നമുക്ക് ഹെൽത്ത് അല്ലാത്ത രീതിയിലോട്ട് വരും. നമുക്ക് ഒരുപാട് അത് കൂട്ടാനും കഴിയില്ല, നമുക്ക് ബോഡിക്ക് അത്ര സെറ്റുമല്ല. പക്ഷെ നമ്മുടെ പഴയ രുചികൾ എപ്പോഴും നമുക്ക് നല്ല ഹെൽത്ത് തരുന്നതും കൂടുതൽ ടേസ്റ്റോടെ നമുക്ക് ആ സാധനങ്ങൾ കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിങ്ങനെ അവിടെ ഇരുന്നങ്ങ് പിടിച്ചിട്ട് അവസാനം നമ്മൾ ചിക്കൻ വറുത്തെടുത്ത എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുവാണ്, ഒരു പൊരിയൽ പോലെ. ഇനി നമുക്കത് മൂടി വെക്കാം. വാഴയില പച്ചമുളക് പൊരിച്ചതും ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ കവറിലൊക്കെ വെച്ചിട്ടുണ്ടാവും. അത് നൈസായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഈ പാത്രം വെച്ച് മൂടി വെച്ചാൽ 5 മിനിറ്റിനുള്ളിൽ ചിക്കൻ ഐസിൽ നിന്ന് വിട്ട് നല്ല സെറ്റായിട്ടിരിക്കും. ഇതൊരു ടിപ്പാണ്. നമ്മളെപ്പോഴും ചിക്കൻ ഇങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുണ്ടാകും, ഇങ്ങനെ മാറി മാറിയിരിക്കും. അല്ല നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ ചിക്കൻ്റെ കട്ട് കേസ് പോകാനായിട്ട് പാടാണ്. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമ്മൾ എപ്പോഴും കഴുകി വൃത്തിയാക്കി വെച്ച് പിന്നെ ഒന്നുകൂടെ കഴിയാൽ മതി, കുറേ നേരം വെള്ളത്തിലിരിക്കണ്ട. ഇത് കണ്ടോ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് തേച്ചിട്ട് ഇത് നമ്മുടെ എന്ന് പറയുമ്പോൾ ഒരു ഈസ്റ്റർ വിഭവമാണ്. ചിക്കൻ പച്ചമുളക് വാഴയില പൊള്ളിച്ചത്. അപ്പോൾ ആ കൂടെ നമ്മളൊരു കത്രിക്കയുടെ വരട്ടലും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കാണാം. ചിക്കൻ കഴുകി പിഴിഞ്ഞെടുത്തു. പിന്നെ നമുക്ക് വറുക്കുമ്പോഴാണെങ്കിൽ കുറച്ച് പീസ് എടുക്കുകയാണ് ഏറ്റവും ടേസ്റ്റായിട്ട് വരുന്നത്. ഇനി നമുക്കതിൻ്റെ അരപ്പാണ്. ചുമന്നുള്ളി, പച്ചമുളക്, ഇച്ചിരി ഇഞ്ചി, ഒരു വെളുത്തുള്ളി, ഉപ്പ്, പിന്നെ ഇത് ഗരം മസാലയെക്കൂട്ട് 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് അരയ്ക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ വിനാഗിരിയും വെളിച്ചെണ്ണയും കൂടി ഇട്ടാണ് ഇതിൻ്റെ കൂട്ട് അരച്ചെടുക്കുന്നത്. ഇവിടെ അരപ്പെടുത്തു, അതിലോട്ട് ഒരു 1/2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. വെള്ളത്തിൽ ഒരു വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അരച്ചു. ഇനി നമ്മളതിനെ സ്പൂൺ വെച്ചെന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കണം, ഉപ്പ് കുറവാണ് ഈ അരപ്പിന് തന്നെ നമ്മൾ ഉപ്പ് ഒന്നുകൂടെ നോക്കിയിട്ട് വേണം നമുക്ക് ഇത്തിരി എണ്ണയോ അല്ല വിനാഗിരി ടേസ്റ്റ് അനുസരിച്ച് നോക്കിയിട്ട് ഒന്നുകൂടെ അരച്ചു കൊടുക്കാം. ചിക്കൻ പീസ് നമ്മളിങ്ങനെ കുഞ്ഞു മീനൊക്കെ വരയണ പോലെ ചെറിയ പീസാക്കണം, എന്നാൽ പിടിയിക്കണ്ട. അങ്ങനെ എല്ലാ പീസും നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് അകത്തൊക്കെ അരപ്പ് പിടിക്കാനാണ്. അപ്പോൾ ഈ അപ്പുറം ഇപ്പുറയും മീറ്റ് ഉള്ളിടത്ത് ഫ്ലഷ് ഉള്ളിടത്ത് നമ്മൾ അപ്പുറം ഇപ്പുറം ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. മീൻ എങ്ങനെ വരയണോ അതുപോലെ നമുക്ക് വരഞ്ഞെടുക്കാം, എന്നാലാണ് ശരിക്കും അതിൻ്റെ ആ ഗ്രേവി അതിൽ പിടിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് അരിഞ്ഞേക്കുന്നത്. ഇതിനധികം നമ്മൾ ഒരു പച്ച കളറിൽ പോലെ ഇരിക്കാനാണ്. റെഡൊന്നും ചേർക്കുന്നില്ല. ഇതിലോട്ട് ചേർത്ത് ഇതിലോട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ കോൺഫ്ലവർ പൊടി വേണമെങ്കിൽ ഇടാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലോട്ടൊന്ന് പിടിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് നേരം വെക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയോ ചുമ്മാ ഇരിക്കുകയോ ചെയ്താൽ. നമ്മുടെ വാഴയിലേനെ ഒരു പകുതി പാർട്ടാക്കി മുറിച്ചെടുക്കുക. ഇതിലാണ് നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചേക്കുന്നത് വറക്കാനായിട്ട് എടുക്കുന്നത്. വാഴയില നമുക്ക് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തിട്ട് പതുക്കെ സൈഡിലോട്ട് തുടച്ചെടുക്കുക. ആദ്യം നമുക്ക് ഫ്രൈങ് പാനിലോട്ട് ചെറുതായിട്ട് എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് നമ്മുടെ വാഴയില വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വാഴയില അങ്ങ് പൊട്ടിപ്പോവും. നമുക്ക് ഇതിലോട്ടൂടെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. വാഴയിലയുടെ ഒറ്റയിരിക്കും. നമുക്ക് ചിക്കൻ പുരട്ടി വെക്കാം. ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പം ഇതൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വാഴയിലയുടെ ടേസ്റ്റും ഒക്കെ കൂടെ വരുമ്പോഴത്തേനും ഭയങ്കര ഹെൽത്തിയാണ്. പിന്നെ ഇത് എടുക്കുന്ന എണ്ണയിലോട്ട് നമ്മൾ ഒരു കത്രിക്ക വെച്ചിട്ട് വഴുതനങ്ങ വെച്ചിട്ടൊരു പൊറലിനും കൂടെ ഉണ്ടാക്കിയെടുക്കും. കിടക്കണ ഇല ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ചിട്ട് അപ്പുറം ഇപ്പുറം എടുത്തിട്ട് മൂടി വെച്ചിട്ടാണ് ഇത് വേവിക്കേണ്ടത്. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തീ ശകലം ഒന്ന് കൂട്ടി കൊടുക്കണം. കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്കിങ്ങനെ
ചെറിയൊരു കനമുള്ള പോലെ എടുക്കണം, കുഞ്ഞാക്കി. ഇത് കഴുകില്ല, വെള്ളം ഒഴിക്കാതെയാണ് ഇതിൽ അരപ്പ് തേക്കേണ്ടത്. ഇതിങ്ങനെ 4ആയിട്ട് മുറിച്ചിട്ട് ഈ ഒരു ഭാഗത്തിന് എടുക്കുക. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാനായിട്ട് കാശ്മീരി ചില്ലി, 1/2 സ്പൂണ് അച്ചാർ പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, ഉപ്പിട്ടു. നമുക്കിതിനെ ഒന്ന് തിരുമ്മി വെക്കണം. ഇതിന് നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ കത്രിക്കാൻ നമ്മൾ കഴുകിയല്ല എടുക്കേണ്ടത്. ഇതിങ്ങനെ അവിടെ ഇരുന്നങ്ങ് പിടിച്ചിട്ട് അവസാനം നമ്മൾ ചിക്കൻ വറുത്തെടുത്ത എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുവാണ്, ഒരു പൊരിയൽ പോലെ. ഇനി നമുക്കത് മൂടി വെക്കാം. ഇനിയിപ്പോൾ ഇല മാറ്റി വയ്ക്കാം. ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇലയുടെ ഒരു എസൻസ് കിട്ടാനാണ് ഇങ്ങനെ വെച്ചത്. ഇനി നമുക്ക് ഇതിൽ പതുക്കെ ഇലയിൽ നിന്ന് മാറ്റിയെടുത്ത് ഈ എണ്ണയിലാണ് ഇത് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് എണ്ണയിലോട്ട് ഇങ്ങനെ ഇടുക. നമുക്കിത് എണ്ണയിൽ കിടന്ന് മൂക്കണം. ഇനി മൂടി വെക്കേണ്ട ഒരു കാര്യമില്ല. എണ്ണയുടെ എസൻസും ഇലയുടെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ്. ഇനി നമുക്ക് തിരിച്ച് മറിച്ചിട്ടെടുത്താൽ മതി. ചിക്കൻ നമ്മളൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് ഈ സബോള, പച്ചമുളക് അരിഞ്ഞത് ചുമ്മാ സൈഡിൽ വെച്ച് കൊടുക്കണം നമുക്കതിൻ്റെ അകത്ത്. പിന്നെ നമുക്കിതിനെ ഒന്ന് ഇച്ചിരി മുളകും സബോളയൊക്കെ ഇങ്ങനെ ഒന്ന് ഇടയ്ക്കോടെ ഇട്ട് കൊടുക്കുക. ഇതൊന്നും ഒരുപാട് കുക്കാകണ്ട. നമ്മുടെ ചിക്കൻ എടുക്കാറായിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഉള്ളിയൊക്കെ അതിൻ്റെ പച്ചച്ചവ മാറുന്നതിന് മുമ്പ് നമുക്ക് എടുത്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി ഇത് നമുക്ക് ഈ ഉള്ളിയെ കൂടെ ഇച്ചിരി എണ്ണ ഇങ്ങനെ പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉപ്പും ആ ടേസ്റ്റും വാഴയുടെ ടേസ്റ്റൊക്കെ ഉള്ളിക്കുണ്ടാവും. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട്. ഇത് നമുക്കിനി കോരി എടുത്തിട്ട് ഇതല്ലെങ്കിൽ വെള്ളത്തിനുള്ള കാര്യം റെഡി ആയിട്ടുണ്ട്. ഉള്ള എണ്ണയിലിട്ട് അതും ഒരുവിധം മുരിച്ചെടുക്കുകയാണ് ഇന്നത്തെ റെസിപ്പി. മുളകും സബോളയൊക്കെ ചെറുതായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണ കളഞ്ഞിങ്ങനെ കോരിയെടുക്കണം. ഇതിൻ്റെ മുകളിലോട്ട് നമുക്കിങ്ങനെ ഈ സബോള ഇതൊക്കെ വാടിയതിങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കഴിക്കാം. വളരെ നല്ലൊരു റെസിപ്പിയാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളെപ്പോഴും വെറൈറ്റി ഡിഷുകൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെയുള്ള ടൈമിലൊക്കെയല്ലേ നമുക്ക് സമയമുള്ളത്. എല്ലാവരും ഉണ്ടാകും. അപ്പോൾ പുതിയ രുചികൾ നിങ്ങൾ വിളമ്പുക. നമ്മുടെ ഇത് കൊടുക്കുക. ഇതിന് പ്രത്യേകം ഓർത്തോളുക, നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല. മുളക്, മഞ്ഞൾപ്പൊടി, ഇച്ചിരി അച്ചാർ പൊടി, വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. ഇനി ഇതിനെ നമ്മൾ മൂടി വെച്ച് വേവിച്ചിട്ട് പതുക്കെ വറക്കണം, ഒരുങ്ങിയെടുക്കുകയാണ്. നമുക്കൊരു 2-3 മിനിറ്റ് ആയി. ഇത് ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വഴുതനേനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനെ ഇങ്ങനെ തിരിച്ചിട്ട് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചിലർക്ക് ഒത്തിരി മൂക്കുണ്ടാത്തവർക്ക് ആ രീതിയിലും എടുക്കാം. അപ്പോൾ നമുക്ക് ഈസ്റ്ററിന് 2 പുതിയ വിഭവങ്ങൾ: വാഴയില, പച്ചമുളക് പൊരിച്ചതും വഴുതനങ്ങ വറുക്കുന്ന ഒരു റെസിപ്പിയാണ്. എപ്പോഴും നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ എണ്ണ പിന്നത്തേന് കൊള്ളില്ല. അപ്പം തന്നെ അടുത്തൊരു കാര്യം ഉണ്ടാക്കി ആ എണ്ണ തീർത്തെടുത്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണിത്. ഒന്നും നമുക്ക് ഡിസ്പോസ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. പക്ഷേ ചിക്കൻ്റെ ഒരു എണ്ണയും കൂടെ ആകുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. താങ്ക് യു.